ഹലോ, ഇന്ന് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് ഹൽവ റെഡിയാക്കി എടുക്കാം. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാട്ടോ. സാധാരണ നമ്മൾ ക്യാരറ്റ് ഹൽവ ഒക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. ഇനി ഇടയ്ക്കൊക്കെ ഇതുപോലെ ബീട്രൂട്ട് ഹൽവയും ഒന്ന് റെഡിയാക്കി നോക്കൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീട്രൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. 4 മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ വേണം. ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ കുക്കിംഗ് ഒന്നുകൂടി സിമ്പിളായിരിക്കും, കാരണം പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ. പിന്നെ എടുക്കുമ്പോൾ ഇതുപോലെ നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കിയെടുക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ, നല്ല കളർഫുള്ളായിരിക്കും. ഇനി ഒരു പാനിലേക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഗീ ഇതുപോലെ മെൽട്ടായി വരുന്ന ടൈമിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടില്ലേ, അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ചെറു തീയിൽ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ബീട്രൂട്ടൊക്കെ സോഫ്റ്റായി പച്ചച്ചുവൊക്കെ മാറി ഇതുപോലെ കുക്കായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ മീഡിയം സൈസ് മധുരമായിരിക്കും കേട്ടോ. നല്ല മധുരം വേണമെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യുക, ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ആ പഞ്ചസാര മെൽറ്റായി വരുന്ന വെള്ളത്തിലൊക്കെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബീട്രൂട്ടൊക്കെ ഒന്നും കൂടി കുക്കായി കളറൊക്കെ ഒന്നും കൂടി ഡാർക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ ചേർത്ത് കൊടുക്കണേ. ഇനി ഈ ബീട്രൂട്ട് പാലിൽ കിടന്നിട്ട് ഒന്നും കൂടി കുക്കായി വരണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പാലൊക്കെ തിളച്ച് വരുന്ന ടൈമിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് മാറ്റിയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം, ബീട്രൂട്ടൊക്കെ അടിയിൽ പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ബീട്രൂട്ടിലെ പാലൊക്കെ വറ്റി ബീട്രൂട്ടൊക്കെ കുക്കായി വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത നട്ട്സും ബദാമും ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ എന്തെങ്കിലും ഉണക്കമുന്തിരിയോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് വൈറ്റുള്ള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/2 സ്പൂൺ ഉണ്ടാവും. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും 1 സ്പൂണും കൂടി ഗീ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എത്രമാത്രം ഡ്രൈ ആക്കി എടുക്കണോ അതിനനുസരിച്ച് നമുക്കിത് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇനി അതല്ല കുറച്ച് ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെയും റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഡ്രൈ ആക്കിയിട്ടാട്ടോ എടുക്കുന്നത്. ഇതുപോലെ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ചേഞ്ചായി നല്ല തിക്കായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇതാ നമ്മുടെ ബീട്രൂട്ട് ഹൽവയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. ചൂട് കൊടുക്കണയോ അല്ലെങ്കിൽ ചൂടാറിയിട്ടൊക്കെ സെർവ് ചെയ്യാം കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കുന്നവരും ഉണ്ട്. അതിനേക്കാളും ബെസ്റ്റ് നമ്മൾ പുറത്തുതന്നെ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കുന്നതാണ്, നെയ്യൊക്കെ ആഡ് ചെയ്തതല്ലേ. പിന്നെ ഒരു ഭംഗിക്ക് നമ്മൾ സെർവ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് എള്ളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴിച്ച് തുടങ്ങാം കേട്ടോ. നല്ല ക്രീമിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ബീട്രൂട്ട് ഹൽവയാണ്. ഇടയ്ക്കിടയ്ക്ക് ആ നട്ട്സ് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. പിന്നെ നമുക്കിത് വേണമെങ്കിൽ ഐസ്ക്രീം വെച്ചിട്ട് അങ്ങനെയും സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കഴിക്കാൻ ഇഷ്ടം ആ രീതിയിലൊക്കെ ഇത് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, റെഡിയാക്കാനും സിമ്പിളാണ്. ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഓൾ എന്ന് പ്രസ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴപ്പോഴായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.